ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന ശല്യക്കാരായ എലികളെ തുരുത്തി ഓടിക്കാൻ പറ്റിയ നല്ല 2 ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. എന്ത് സാധനം നമ്മൾ വെച്ചാലും അത് കറണ്ട് കഴിഞ്ഞേയും ഫുഡ് സാധനം ആയിക്കോട്ടെ, നമ്മുടെ പിന്നെ തുണികളായിക്കോട്ടെ, എന്ത് സാധനം വെച്ചാലും അത് വന്ന് കറണ്ട് കഴിഞ്ഞേയും നശിപ്പിക്കുക എല്ലാം ചെയ്യും. അപ്പോൾ നമുക്ക് അതിനെ ഓടിക്കാൻ പറ്റിയ നല്ല ടിപ്പാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനുകൾ എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ടിയ ചാക്കുനൂലാണ്. സാധനങ്ങളൊക്കെ പലചരക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കവർ ചെയ്തിട്ട് അത് കെട്ടി വെച്ച് ഇടുന്നത് ഈ ചാക്കുനൂല് കൊണ്ടായിരിക്കും. അപ്പോൾ ആ ചാക്കുനൂല് കളയരുത്. നമുക്ക് അതുകൊണ്ട് എലിയെ തുരുത്തി ഓടിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ്. എടുത്തിരിക്കുന്ന കാഷ്യൂനട്ടാണ്. അപ്പോൾ കാഷ്യൂനട്ടിന് പകരം നമുക്ക് കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. നട്ട്സൊക്കെ എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി ഈ എലികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനമാണ് ഇത്. എല്ലുകൊണ്ട് അത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്ന കാഷ്നട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരു പേപ്പറിലോട്ട് വെച്ചിട്ട് ഒന്ന് പൊടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് താഴെയുള്ള ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ താഴെയുള്ള ഫ്ലോറുകാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സൗണ്ട് ഉണ്ടായിരിക്കാനായിട്ട് നമുക്ക് അടിയിലൊരു തുണി എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇതുപോലുള്ള സാധനമൊക്കെ ഇടിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനൊരു ടവൽ വെച്ച് കൊടുത്തിട്ട് ഒരു പേപ്പറിലോട്ട് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടാണ് അത് പൊടിച്ചെടുക്കുന്നത്. അങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടിയത് 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ്. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മുടെ ആ മെയിൻ ഐറ്റമായിട്ടുള്ള ചാക്കുനൂലാണ്. അപ്പോൾ ഈ ചാക്കുനൂല് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ നമുക്ക് അത് എഫക്റ്റീവ് ആകത്തില്ല. അപ്പോൾ അത് എല്ലാം ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ നാര് പോലെ വരണം, ആ രീതിയിലൊന്ന് അതൊന്ന് പിരിച്ചത് ഒന്ന് എടുക്കുന്നുണ്ട്. ഇതുപോലെ പിരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് പിരിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി അത് വെട്ടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുന്നു. ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സും റെസിപ്പീസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടിയ ഒരു സാധനം എന്ന് വെച്ചാൽ ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഉരുക്കിയതാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര ഉരുക്കിയതല്ല ചേർക്കുന്നത്, പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാവുന്നത് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ ജ്യൂസോ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. എന്നിട്ടത് കുഴച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. കുഴഞ്ഞ് ഒരു ഉരുളയാക്കി എടുക്കുന്ന രീതിയിൽ അത് വേണം എടുക്കാൻ. ആ ശർക്കര ചേർത്തിട്ട് നന്നായിട്ട് അത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പം ശർക്കരയുടെ അളവ് കൂടിയെന്ന് തോന്നിയപ്പോൾ ഗോതമ്പുപൊടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാൻ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ചെറിയ ചെറിയ ഉരുളയാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒട്ടുമേ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളമൊക്കെ ചേർത്താൽ അതിൻ്റെ ആ റിസൾട്ട് കിട്ടത്തില്ല. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എലികൾ വന്ന് പോകുന്ന സ്ഥലത്തായിട്ട് നമുക്കിത് വെക്കാവുന്നതാണ്. അപ്പോൾ കിച്ചണിലായിരിക്കും മെയിനായിട്ട് എലിയുടെ ശല്യം നമുക്കുള്ളത്. അപ്പോൾ അതുപോലെ ഗ്യാസിൻ്റെ അടിയിൽ അതുപോലെ വിറകടുപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ വിറകൊക്കെ കൊണ്ടിട്ടേക്കുന്ന സ്ഥലത്തായിട്ട് ഈ എലികളുടെ ശല്യം ഭയങ്കര രൂക്ഷമായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് ഉരുളകളാക്കി വെക്കാവുന്നതാണ്. മെയിനായിട്ട് കിച്ചണിലായിരിക്കും എലിയുടെ ശല്യമുള്ളത്. അപ്പോൾ നമുക്ക് എലികളൊക്കെ വന്നു പോകുന്ന സ്ഥലം കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു വന്നു പോകുന്നതിൻ്റെ ഒരു പാടുണ്ടാവും. അതുപോലെ അതിൻ്റെ മൂത്രമൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ആ സ്ഥലത്തൊക്കെ നമുക്ക് ഇത് കൊണ്ടുവെക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ അതിനെ ഇത് വന്ന് കഴിച്ചിട്ട് പരവേശം എടുത്തിട്ട് ആ സ്ഥലത്തു നിന്ന് തന്നെ നമ്മുടെ പെരക്കകത്തു നിന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവും. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ അതിന് അടുത്തൊന്നും വെള്ളമൊന്നും എടുത്ത് വെക്കരുത്. വെള്ളം ഒട്ടേ ഉണ്ടായത് വെള്ളമൊക്കെ ഉണ്ടായാൽ അത് കുടിച്ചിട്ട് അത്ര ആ എഫക്റ്റീവായിട്ട് ഇത് റിസൾട്ട് കിട്ടത്തില്ല. എടുത്തിരിക്കുന്ന മക്കിനിവി നട്ടിൻ്റെ ഷെല്ലാണ്. ഈ ഷെല്ലിന് തന്നെ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ എലിയിലൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്മെല്ല് ഇതിലുണ്ട്. അതുപോലെ ഈ നട്ടിൻ്റെ ഷെല്ലിൽ നമുക്ക് ചിരട്ടയ്ക്കകത്ത് കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ പേപ്പറിൽ ഉരുളയാക്കിയിട്ട് നമുക്ക് എവിടെയാണോ എലികൾ വരുന്നത് ആ സ്ഥലത്ത് കൊണ്ടുവെക്കാവുന്നതാണ്.
ഉരുളയെ ആ ഷെല്ലിനുള്ളിലോട്ട് ആക്കുന്നു. എന്നിട്ട് എലികൾ വരുന്ന പോകുന്ന സ്ഥലത്തായിട്ട് കൊണ്ടുവെക്കാം. ഉരുളയെ ആ ഷെല്ലിനുള്ളിലോട്ട് ആക്കുന്നു. എന്നിട്ട് എലികൾ വരുന്ന പോകുന്ന സ്ഥലത്തായിട്ട് കൊണ്ടുവെക്കാം. നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഫുഡ് കഴിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ എലികൾക്ക് നല്ല പരവേശം ഉണ്ടാകും. കാരണം എലികൾ നിർജ്ജലീകരണമായിട്ട് പരവേശം എടുത്തിട്ട് അത് വെള്ളം കുടിക്കാനായിട്ട് പരവേശം എടുത്ത് ഓടും. അങ്ങനെ അത് ഓടി അത് ചത്തുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അടുത്ത് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കുടിച്ചാൽ അത്രയും റിസൾട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ വെള്ളമൊന്നും അടുത്തൊന്നും വെക്കരുത്. അങ്ങനെയാണ് നിർജ്ജലീകരണം വന്നാണ് ഇത് ചത്തുപോകുന്നത്. രണ്ടാമത്തെ ടിപ്പ്, ഇനി നമുക്ക് ഇപ്പോൾ ചാക്കുനൂലൊന്നും ഇല്ല, അതേപോലെ ബേക്കിംഗ് സോഡയൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് എലികളെ ഓടിക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന കുറച്ച് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ പാത്രത്തിലോട്ടാണ് ആ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് കോട്ടൺ ആണ്. അപ്പോൾ കോട്ടൺ എടുത്തിട്ടുണ്ട്, 2 ബോൾ എടുത്തിട്ടുണ്ട്. അത് കളറായിട്ട് ഇങ്ങനെ ഉരുളയായിട്ട് ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ അത് എല്ലാം ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോട്ടൺ ബോളൊന്ന് ലൂസാക്കി ഇട്ടിട്ട് ആ ഗോതമ്പൊടിയിൽ എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ഉപ്പാണ്. അപ്പോൾ ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പം കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതും ചേർത്ത് കൊടുത്തൊന്ന് മിക്സാക്കിയിട്ട് പിന്നെ വേണ്ടിയത് നമുക്ക് ഉരുക്കിയ ശർക്കരയാണ്. അതും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പെട്ടെന്ന് നമുക്ക് എലിയുടെ ശല്യം ഉണ്ടെന്ന് മനസ്സിലായിട്ട് അതിനെ ഒന്ന് ഓടിക്കണം നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ശർക്കരയുടെ സ്മെല്ല് കാരണം ഇത് വന്ന് കഴിക്കുകയും അങ്ങനെ നമ്മൾ ഉപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കോട്ടൺ, ഇതെല്ലാം കൂടെ അതിൻ്റെ വയറ്റിലോട്ട് ചെന്നിട്ട് പരവേശം എടുത്തിട്ട് അത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് ചത്തുപോവാണ് ചെയ്യുന്നത്. എലിയുടെ ശല്യമുള്ള സ്ഥലത്ത് നമുക്കിത് കൊണ്ടുവെക്കാവുന്നതാണ്. ഇതുപോലെ ചിരട്ടയിൽ വെച്ചിട്ട് കൊണ്ടുവെക്കാം. അതുപോലെ പേപ്പറിനകത്ത് ആണെങ്കിലും ഇത് നമുക്ക് കൊണ്ടുവെക്കാവുന്നതാണ്. ഇതേപോലെ കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് തരിക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷനിലൂടെ തന്നെ വിളിച്ച് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വലിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.